പറയുന്നതല്ല, മദ്ഹ് എന്ന പേരിൽ അവിടുന്ന് വിമർശിച്ചിട്ടുള്ള അമിത പ്രശംസയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്താണ്? ഖദ് ഹല്ലബി മാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഅഫി ശദീദി ഫഅസ്ഇദി. ഓ നബിയേ, അങ്ങേക്കറിയാമല്ലോ എന്റെ എല്ലാ പ്രയാസങ്ങളും, എന്റെ ബുദ്ധിമുട്ടുകളും എന്റെ വിഷമങ്ങളുമൊക്കെ അങ്ങേക്കറിയാമല്ലോ എന്ന് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് മങ്കൂസ് മൗലീദ് ഓതുന്ന ആളുകൾ പ്രവാചകനോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കുന്നു എന്ന മേനിയും പറഞ്ഞിട്ട് വിളിച്ചു ദുആ ചെയ്യുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്തതാണോ? പ്രമാണങ്ങൾ എന്തു പറയുന്നു? അവിടുന്ന് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ നോക്കണം, ചിന്തിക്കണം. ആരാണ് ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബ്ബത്തുള്ളത്? അപ്പൊ നമുക്കൊന്നേ പറയാനുള്ളൂ, മഹാന്മാരുടെ പേരിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നവർ അങ്ങനെ പലരും ലോകത്ത് വന്നിട്ടുണ്ട്. ആർക്കും ആരുടെ പേരിലും മേനി പറയാമല്ലോ. പക്ഷേ അതിൻ്റെയൊക്കെ നെല്ലും പതിരും വേർതിരിക്കേണ്ടത്, അതിലെ ഇരുട്ടും വെളിച്ചവും അറ്റുരക്കേണ്ടത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരാണ് മുത്തുനബിയെ ഇത്തിബാഴ് ചെയ്യുന്നതെങ്കിൽ അവരാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവർ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമുക്ക് മഹബ്ബത്തില്ല എന്ന് പറയാൻ ഇവർ കാര്യമായി ഉന്നയിക്കുന്ന കാരണം, നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു ദുആ ചെയ്യുന്നില്ല. ശരിയാണ്, അവിടുത്തെ വിളിച്ചു ദുആ ചെയ്യാൻ അവിടുന്ന് ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. മറിച്ച് ഇസ്ലാമിന്റെ പ്രഖ്യാപനം അവിടുന്ന് പ്രഖ്യാപിച്ചതാണ്, അള്ളാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞതുമാണ്. ഖുൽ, ഓ നബിയേ പറയൂ, ഇന്നമാ ദുഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല. ഈ പ്രഖ്യാപനം പഠിപ്പിച്ച നബിയോട് സ്നേഹം കാണിക്കുന്നു എന്ന പേരിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്ത കാര്യം നബിയോട് തന്നെ പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ഇബ്രാഹിം നബി എതിർത്ത അതേ വിഗ്രഹത്തിന്റെ നിർമ്മാണം ആ നബിയുടെ പേരിൽ തന്നെ ചാർത്തിയ അറേബ്യൻ ജനതയ്ക്ക് സമാനമായ പണിയാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ അമിത ബുദ്ധിയൊന്നും ആവശ്യമില്ല. ഇനി സ്നേഹത്തിന്റെ യഥാർത്ഥ മുഖം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് ശരിക്കും പഠിച്ച ഒരു സമുദായമാണല്ലോ സ്വഹാബാ കിറാം. ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ണിറയെ കണ്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൗന്ദര്യം നേരിട്ട് കണ്ടവരാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൗന്ദര്യത്തെ, അവിടുത്തെ ശരീരം പോലെ അവിടുത്തെ സ്വഭാവവും എല്ലാം വളരെ സുന്ദരമായിരുന്നു. അതല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂലിനെ വിമർശിച്ചുകൊണ്ട് പലരും കവിതകൾ പാടുമ്പോ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു മറുപടി ഖണ്ഡനം കവിതയിലൂടെ തന്നെ കൊടുക്കാറുണ്ട്. പാട്ടുപാടി അള്ളാന്റെ റസൂലിനെ എതിർത്താൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കുന്ന കവിയായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി അതാ ശത്രുക്കളോട് പഠിപ്പിച്ചു കൊടുക്കുന്നു. അള്ളാന്റെ റസൂലിനെ പറ്റി അവിടുന്ന് പറയുകയാണ്, വഅജ്മലു മിൻക ലം തറഖത്തു ഐനി വഅക്റമു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഓ നബിയെ, വഅജ്മലു മിൻക, അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് പറയുന്നു, അങ്ങയേക്കാൾ സുന്ദരനായ ഒരാളെ ഈ കണ്ണ് കണ്ടിട്ടില്ല നബിയെ. അങ്ങയേക്കാൾ ഏറ്റവും വലിയ അജ്മലായ സുന്ദരനായ ഒരാളെ ഈ കണ്ണ് കണ്ടിട്ടില്ല. വഅക്റമു മിൻക, അങ്ങയേക്കാൾ ഉദാരനായ ഒരാളെ, മാന്യനായ ഒരാളെ, ലം തലിദിൻ നിസാഉ, ലോകത്ത് ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ, സർവ ന്യൂനതകളിൽ നിന്നും മുക്തമാക്കപ്പെട്ട നിലക്കാണ് അങ്ങ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഏതുപോലെയുണ്ട്, കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ, നിങ്ങൾ ഇഷ്ടം ഉദ്ദേശിച്ചതുപോലെ, നിങ്ങളെ പടക്കപ്പെട്ടതുപോലെയുണ്ടല്ലോ. ഒരു പോരായ്മയുമില്ല. അവിടുത്തെ സ്വഭാവത്തെപ്പറ്റി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു. എന്താ മഹദി മറുപടി പറഞ്ഞത്?
കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവവും സംസ്കാരവും ഒക്കെ ഖുർആൻ തന്നെ. ഖുർആനിൽ പറഞ്ഞ സർവ്വതും ഒത്തിണങ്ങിയ മഹാൻ, എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ സമ്പൂർണനായ വ്യക്തിത്വം, ഒരു പോരായ്മയുമില്ലാത്ത വ്യക്തിത്വം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ കൃത്യമായി തന്നെ അവിടുന്ന് പഠിപ്പിച്ച ഓരോ ആദർശങ്ങളും, ആ ആദർശങ്ങൾ എന്താണെങ്കിൽ കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് മുസ്ലിം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്ത് നിങ്ങൾ അംഗീകരിക്കൂല അല്ലേ എന്ന് നമ്മളോട് മറുകക്ഷി ചോദിച്ചാൽ നമുക്കവരോട് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു മുഅ്ജിസത്തുകളും അവിടുന്ന് പഠിപ്പിച്ചു തന്ന പ്രമാണങ്ങളിലൂടെ തെളിഞ്ഞിട്ടുള്ള ഒരു മുഅ്ജിസത്തുകളും ഞങ്ങൾ ഇന്നേ വരെ നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കാൻ സാധ്യവുമല്ല. മുഅ്ജിസത്ത് നിഷേധികളാണ് പോലും, കറാമത്ത് നിഷേധികളാണ് പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ എന്തെല്ലാം മുഅ്ജിസത്തുകൾ ഉണ്ടായി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഒട്ടേറെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ അത്ഭുതങ്ങളില്ലെന്ന് ആരും ഇവിടെ പറയുന്നില്ല. മറിച്ച് ആ അത്ഭുതങ്ങളുടെയൊക്കെ പേരും പറഞ്ഞ് ആ കാര്യത്തിന് വേണ്ടി നബി തങ്ങളോട് ഇന്ന് ദുആ ചെയ്യാൻ പാടുണ്ടോ? ഇതല്ലേ തർക്കം. അങ്ങനെ വിളിച്ച് ദുആ ചെയ്യാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഏത് കാര്യം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വ്യക്തമായി ദീന് പഠിച്ച സഹാബത്ത്, അവർക്ക് നബിയോട് സ്നേഹമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ആ സഹാബിമാര് സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായ ഒരു ചടങ്ങുകളും സംഘടിപ്പിക്കപ്പെട്ടതായി പ്രമാണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സ്വലാത്ത് അവരും ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ റബീഉൽ അവ്വലിൽ സ്വലാത്തിനൊരു പ്രത്യേക പോരിശ പറഞ്ഞിട്ടില്ല. മദ്ഹ് സ്വഹാബത്തും പറഞ്ഞതാണ്, പക്ഷേ റബീഉൽ അവ്വലിൽ ഒരു പ്രത്യേക മദ്ഹ് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ഹുബ്ബ് ഒരു പ്രത്യേക മാസത്തിലേക്ക് പ്രത്യേകമായി ഒതുക്കിയിട്ട് അന്നൊരു പ്രത്യേക ചടങ്ങുകളോ കാര്യങ്ങളോ സഹാബിമാരും സംഘടിപ്പിച്ചിട്ടില്ല. ഈ ആചാരം 1, 2, 3 നൂറ്റാണ്ടുകാർക്ക് പരിചയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അവിടുത്തെ ജീവിതകാലത്തിൽ നിന്ന് പിന്നീട് വന്നിട്ടുള്ള ആ 2-3 നൂറ്റാണ്ടുകളിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഒരു പ്രത്യേകമായ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ആ 3 നൂറ്റാണ്ടുകാർക്കും അത് പരിചയമുണ്ടായിരുന്നില്ല എന്ന് ഇതൊക്കെ അംഗീകരിക്കുന്ന കക്ഷികൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഇത് മൗലിദ് കഴിക്കുന്ന സമ്പ്രദായം ഹിജ്റ 300 ശേഷം വന്നതാണെന്ന് മൗലിദിന്റെ അനുകൂലിയായ കവി പോലും സമ്മതിക്കുന്നു. കാരണം ഇദ്ദേഹം പിന്നെ ഇതെന്നാണ് നടപ്പിലായത് ഇദ്ദേഹം ശേഷം പറയുന്നുണ്ട്, മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠന, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ. ഈ രാജാവാണ് ഹിജ്റ 600 6-ാം നൂറ്റാണ്ടിൽ ഈ രാജാവാണ് തുടങ്ങിയത്. ഇതിന്റെയൊക്കെ മുമ്പ് വേറൊരു കൂട്ടര് തുടങ്ങി. ആരാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ ആളുകൾ? ഇങ്ങനെ ഒരാഘോഷം ലോകത്ത് തുടങ്ങിയിട്ടുണ്ടോ? ഇങ്ങനെ ആളുകളുടെ പേരിൽ ജന്മദിനങ്ങൾ ആചരിക്കുന്ന സമ്പ്രദായം, ചരമദിനങ്ങൾ ആചരിക്കുന്ന സമ്പ്രദായം ഗ്രീക്കുകാരുടെയും അതുപോലെ തന്നെ റോമാക്കാരുടെയും പേർഷ്യൻ വിഭാഗങ്ങളുടെയും ഒക്കെ സമ്പ്രദായമായിരുന്നു. അത് പിന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഇസ്ലാമിന്റെ പേരിൽ വന്ന പിഴച്ച കക്ഷികളായ ഷിയാക്കളാണ്. ആ ഷിയാക്കളാണ് ലോകത്തിന് തുടക്കം കുറിച്ചത്. ഷീഈ വിഭാഗത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വന്ന ഭരണകൂടമായിരുന്നു ഫാത്തിമിയ ഗവൺമെന്റ്. ഫാത്തിമ ബീവിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. ഞങ്ങളെന്ന് അവകാശവാദം ഉന്നയിച്ചിരുന്ന ആളുകളാണ് ഫാത്തിമിയ വിഭാഗം. പക്ഷേ അവരും ഫാത്തിമ ബീവിയുടെ സന്താന പരമ്പരയുമായിട്ടൊരു ബന്ധവുമില്ല. എന്നാലും ഞങ്ങൾ ഫാത്തിമികളാണെന്നാണ് അവരവകാശപ്പെട്ടിരുന്നത്. അങ്ങനെ അവര് ഒരു 6 ആളുടെ പേരിൽ മൗലിദ് തുടങ്ങി. 6 ആളുടെ പേരിൽ ഈ ഫാത്തിമിയ ദൗലത്തുൽ ഫാത്തിമിയ ഭരണകൂടം
ഇവർ ഒരു 6 ആളുകളുടെ പേരിൽ ആദ്യമായി മൗലിദാഘോഷം തുടങ്ങി. ആരൊക്കെയാണ് 6 ആള്? ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അലി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, മറ്റൊന്ന് ഹസൻ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ 6ാമത്തത് നിലവിൽ അവരുടെ ഖലീഫ. ഇങ്ങനെ 5 ആളും പിന്നെ നിലവിലുള്ള ഖലീഫയും ഇങ്ങനെ 6 ആളുടെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്ന പരിപാടി ഫാത്തിമിയ ഗവൺമെന്റ് ആണ് തുടക്കം കുറിച്ചത്. ഫാത്തിമിയാക്കൾ അഹ്ലുസുന്നയല്ല കേട്ടോ. ചരിത്രം പലരും നോക്കൂ. അവര് ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ഷിയാക്കളുടെ ഏറ്റവും കടുത്ത ആശയം വെച്ച് പുലർത്തുന്ന ഏറ്റവും പഴച്ച കക്ഷികളുടെ ഗവൺമെന്റാണ് ഫാത്തിമിയ ഗവൺമെന്റ്. അവരാണിത് തുടങ്ങിയത്, അവരാണ് ഈ പരിപാടി തുടങ്ങിയത്. മാത്രമല്ല ഈ ജന്മദിനാഘോഷങ്ങളിൽ അവർക്ക് പാട്ടും കൂത്തും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. അന്നുള്ള അഹ്ലുസുന്നയെ അത് അംഗീകരിച്ചിട്ടില്ല. പിന്നീട് ഈ ഷിയാക്കളുടെ ആശയം തന്നെ ലോകത്തേക്ക് കൊണ്ടുവരുന്നവരാണ് ത്വരീഖത്തുകാര്. ആ ത്വരീഖത്തുകൾ, അന്നത്തെ സൂഫികൾ, ആ സൂഫികളാണ് ഷിയാക്കളിൽ നിന്ന് ഈ ആശയം സുന്നത്ത് ജമാഅത്തിന്റെ പേരിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയാണ് ഹിജ്റ 6ാമത്തെ നൂറ്റാണ്ടിൽ ഇത് ഇർബൽ എന്ന രാജ്യം ഭരിച്ചിരുന്ന മുളഫർ രാജാവാണിത് ഏറ്റെടുത്തത്. അതാണ് ഈ കവി പറഞ്ഞതെന്ത്? മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠന, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ. അന്ന് ജീവിച്ചിരുന്ന ഈ സ്വാധീനത്തിൽ പെട്ടുപോയ ഒരാൾ ഒരു മൗലൂദ് ഉണ്ടാക്കി. ആ മൗലിദ് ഉണ്ടാക്കിയിട്ട് ഈ രാജാവിന് സമർപ്പിച്ചു. അങ്ങനെ അയാൾക്കതിന് സമ്മാനവും കിട്ടി. അതാ പിന്നെ പറയുന്നത്, ശൈഖ് ഇബ്നു ദഹിയത്ത് മൗലിദൊന്ന് രചിക്കലായി, രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി, സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതായി. ഈ സംഭവങ്ങളൊക്കെ ചരിത്രത്തിലുണ്ട്. അഹ്ലുസുന്നന്റെ ആളുകൾ ഉണ്ടാക്കിയതും അഹ്ലുസുന്നന്റെ ആൾക്കാർ തുടക്കം കുറിച്ചതുമല്ല. പിന്നെയോ ഇതിങ്ങനെ ആളുകളെ ജനങ്ങൾക്കിടയിൽ ഈ സ്വാധീനം അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ പുതിയ